ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. LP-UP മാരത്തോണിൻ്റെ പുതിയൊരു ക്ലാസ്സുമായിട്ടാണ് വന്നത്. ഇന്നും നമ്മൾ നോക്കുന്നത് ഒരു MCQ സെഷൻ തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നോക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിവിടെ തരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൻ്റെ മാതൃകയിലുള്ള ചോദ്യങ്ങൾ, നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്ത് നോക്കണം. ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഇനി വരുന്ന പരീക്ഷയിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കണം. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക. എന്നിട്ട് ഉത്തരം എന്ത് ചെയ്യുക? നിങ്ങൾ തീർച്ചയായിട്ടും പതിവ് പോലെ കമൻറ്റ് ചെയ്യണം. ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. അപ്പോൾ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ പ്രസ്താവന, ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കപ്പെട്ട INC സമ്മേളനം 1931 കറാച്ചി സമ്മേളനമാണ്. INCയുടെ 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. മൂന്നാമത്തേത്, സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. നാലാമത്തേത്, മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതും ഭേദഗതി വരുത്താനാവാത്തതുമാണ്. ഇവിടെ ചോദ്യം വളരെ ശ്രദ്ധയോടെ വായിക്കണം. ഓപ്ഷൻ സി 4 പ്രസ്താവനകളും വളരെ ശ്രദ്ധയോടുകൂടി വായിക്കണം കേട്ടോ. ഞാൻ ഇതിൽ ഓപ്ഷൻസ് എടുത്തിട്ടില്ല. ഇതിലെ 4 ചോദ്യങ്ങൾ മാത്രം, 4 പ്രസ്താവനകളിൽ ഏതാണ് തെറ്റ് എന്ന് ജസ്റ്റ് ഒന്നറിയാൻ വേണ്ടി മാത്രമാണ് ഓപ്ഷനായിട്ട് ഞാൻ ഇട്ടിട്ടില്ല. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഇപ്പോൾ ഓപ്ഷൻ എ, ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം INC സമ്മേളനം ഏതാണ്? പാസ്സാക്കപ്പെട്ട INC സമ്മേളനം 1931 കറാച്ചി സമ്മേളനം തന്നെയാണ്. ആ INCയുടെ 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അത് ഓപ്ഷൻ ബി, അതും ശരിയാണ്. ഓപ്ഷൻ എയും ശരിയാണ്, ഓപ്ഷൻ ബിയും ശരിയാണ്. ഇനി ഓപ്ഷൻ സി, സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത്. അതും ശരിയാണ്. ഓപ്ഷൻ സിയും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. കാരണം ഇവിടെ ഒറ്റ വായിയിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. നല്ലോണം ശ്രദ്ധിച്ച് കൃത്യമായി വായിച്ചാൽ അതിലൊരു തെറ്റുണ്ട്. മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതും അതുവരെ ശരിയാണ്. ഭേദഗതി വരുത്താനാവാത്തതും തെറ്റാണ്. ഭേദഗതി വരുത്താനൊക്കെ കഴിയും. ഇവിടെ ചോദ്യം കണ്ടോ? ഭേദഗതി വരുത്താനാവും, ഭേദഗതി വരുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഈ പ്രസ്താവനകളിൽ തെറ്റ്. അപ്പോൾ നമുക്കിവിടെ തെറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കിട്ടിയിട്ടുണ്ടാവും. യെസ്, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അപ്പോൾ അടുത്ത ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. അപ്പോൾ മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ് അല്ലെ? മൗലികാവകാശങ്ങൾ ന്യായീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും അല്ലേ? കോടതി നമുക്ക് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു തരും. അതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളെ നമ്മൾ റിട്ടുകൾ എന്നാണ് പറയുന്നത്. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ ന്യായീകരിക്കാവുന്നതാണ്, അതുവരെ ശരിയാണ്. ഓപ്ഷനിൽ ഭേദഗതി വരുത്താൻ കഴിയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ വരുത്താം, ഭേദഗതികൾ വരുത്താം. ഭേദഗതികൾ വരുത്താം. അങ്ങനെ വരുത്തിയിട്ടുണ്ട്. മൗലികാവകാശങ്ങളിൽ അങ്ങനെ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ പറയാം. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിക്കും. ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ്. മൗലികാവകാശങ്ങൾ ന്യായാർഹമാണ്, ഭേദഗതികൾക്ക് വരുത്താൻ സാധിക്കുന്നതാണ്.
ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങളാണ്. ഈ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ്, എന്താണ്? അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന മൗലികാവകാശങ്ങളിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കള് മൗലികാവകാശങ്ങൾ എന്ന ആശയം കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന മൗലികാവകാശങ്ങളിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ എന്തെടുത്തിട്ടുള്ളത്? നമ്മുടെ മൗലികാവകാശങ്ങൾ കടമെടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മൗലികാവകാശങ്ങൾ ന്യായാർഹമാണ്, ഭേദഗതി വരുത്താൻ കഴിയുന്നതാണ്. മൗലികാവകാശങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതാണ്. അമേരിക്കൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സിന് അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ മൗലികാവകാശങ്ങൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടന എന്ന് പറയുന്നത് കടം കൊണ്ട ഭരണഘടനയാണ്. ഒരുപാട് ആശയങ്ങൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് നിയമങ്ങളിൽ നിന്നും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അല്ലേ? ബ്രിട്ടീഷ് ഇന്ത്യയിലെ നിയമങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കടമെടുത്തിട്ടുണ്ട്. അങ്ങനെ മൗലികാവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് എന്ന കാര്യം ഓർത്തു വെക്കുക. മൗലികാവകാശങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണെന്ന് ഓർത്തു വെക്കുക. 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹമാണ്. കറാച്ചി സമ്മേളനത്തിലാണ് മൗലികാവകാശങ്ങളുടെ പ്രമേയം പാസ്സാക്കപ്പെട്ടത് എന്ന കാര്യം ഓർത്തു വെക്കുക. INC ഓക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ്, കാരണം അമേരിക്കൻ ഭരണഘടനയിലുള്ള മൗലികാവകാശങ്ങളായ ബിൽ ഓഫ് റൈറ്റ്സിനെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാണ്? മൗലികാവകാശങ്ങൾ തന്നെയാണ് എന്ന കാര്യം ഓർത്ത് വെക്കുക. കിട്ടിയിട്ടുണ്ടോ? ക്ലിയർ ആണോ? യെസ്. ഇനി അടുത്ത ഒരു ഭാഗം ഇതേപോലെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റിയുടെ തലവൻ ആരെ ചോദിച്ചാൽ നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതിയിൽ മൗലികാവകാശ ന്യൂനപക്ഷ കമ്മീഷൻ തലവൻ. മൗലികാവകാശ ന്യൂനപക്ഷ കമ്മീഷൻ തലവനാര് എന്ന് ചോദിച്ചാൽ സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മൗലികാവകാശ സബ് കമ്മിറ്റിയുടെ തലവൻ അത് JB കൃപലാനിയാണ്. JB കൃപലാനി കിട്ടിയോ? JB കൃപലാനിയാണ്. ഓക്കെ, JB കൃപലാനിയാണ് സബ് കമ്മിറ്റിയുടെ തലവൻ എന്ന് പറയുന്നത്. മൗലികാവകാശ ന്യൂനപക്ഷ കമ്മിറ്റി സർദാർ വല്ലഭായ് പട്ടേലും, മൗലികാവകാശ സബ് കമ്മിറ്റി JB കൃപലാനി. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതുപോലെ തന്നെ ഏത് ആർട്ടിക്കിൾ മുതൽ? ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് മൗലികാവകാശങ്ങളെ കുറിച്ച് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ. ഓക്കെ, ഇതിൽ ഓരോന്നും എന്താണെന്ന് നിങ്ങൾ പഠിക്കണം. 12 എന്ത്, 13 എന്ത്, 14 എന്ത്, 15 എന്ത്, 16 എന്ത്, അതിൽ 32 എണ്ണം നമ്മൾ എന്ത് ചെയ്യണം? 35 വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പഠിക്കണം. 32 വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ ആണോ? യെസ്. അടുത്ത കാര്യം ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്, നമ്മൾ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പറയാൻ പോവുകയാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 7 മൗലികാവകാശങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചാൽ 6 എണ്ണമാണുള്ളത്. അപ്പോൾ ഭേദഗതി വന്നിട്ടുണ്ട് അല്ലേ? ഭേദഗതി എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കാം അല്ലേ? മാറ്റം വരുത്താം, ഒഴിവാക്കാം. ഇവിടെ ഒഴിവാക്കി. എന്താണ്? 1978 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സ്വത്തവകാശത്തെ എന്ത് ചെയ്തു? എടുത്തു മാറ്റി. സ്വത്തവകാശം ഇപ്പൊ നിലവില് ആർട്ടിക്കിൾ 300A പ്രകാരം എന്ത് മാത്രമാണ്? ഒരു നിയമാവകാശമാണ്, അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായ അവകാശം മാത്രമാണ്. അത് മൗലികാവകാശമല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടിയോ? 1978 44ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്ന് എടുത്തു മാറ്റി അത് ഭരണഘടനാപരമായ ഒരു അവകാശമാക്കി മാറ്റി, ഒരു നിയമാവകാശമാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. അത് 300A. ഇപ്പൊ നിലവിൽ 6 എണ്ണമേ ഉള്ളൂ. തുടക്കത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്നു. എന്ത്? മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന മൗലികാവകാശങ്ങൾ തീർച്ചയായിട്ടും ഭേദഗതികൾക്ക് വിധേയമാണ് എന്ന് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. ഇനി മൗലികാവകാശങ്ങൾ പാർലമെന്റ് ഭേദഗതി ചെയ്യാം, എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ എന്തിന് അധികാരമില്ല? പാർലമെന്റിന് അധികാരമില്ല എന്ന്
ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട്. അത് ഏത് വർഷമാണ് ചോദിക്കും. 1973 കേശവാനന്ദ ഭാരതി വേഴ്സ് കേരള ഗവൺമെന്റ്, കേരള സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിയുണ്ട്. ഭരണഘടനാ ഭേദഗതി വരുത്താം, ഭരണഘടനാ ഭേദഗതി ചെയ്യാം, പക്ഷെ അടിസ്ഥാന ഘടനയിൽ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല എന്നുള്ളതാണ്. കിട്ടിയോ? യെസ്. അപ്പോൾ അതൊക്കെയാണ് പറഞ്ഞത്. ഈ ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം, നമ്മുടെ പരീക്ഷകളിൽ ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരും. ചേരുംപടി ചേർക്കുക. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം ഇതിലെവിടെയാണ്? തോട്ടവിള ഗവേഷണ കേന്ദ്രം ഇവിടെ എവിടെയാണ്? ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെ? ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ എന്നുള്ള സ്ഥലമാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏത്തവിള ഗവേഷണ കേന്ദ്രം കണ്ണറ അല്ലേ, തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഇനി ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിക്കും. കുരുമുളക് പന്നിയൂറാണ് കേട്ടോ, പന്നിയൂർ. കിട്ടിയോ? പന്നിയൂറാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം, പന്നിയൂരാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ? നമുക്ക് പറയാം പന്നിയൂർ. ഓക്കെ, കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് ചോദിച്ചാൽ പന്നിയൂരാണ് കേട്ടോ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണ്. ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. ഇനി അടുത്തത് ഏത്തവാഴ കണ്ണാറയും തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡും. അപ്പോൾ ഇതിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതണം. എളുപ്പത്തിൽ കിട്ടും. 1D ആണ് കേട്ടോ. ഇവിടെ നോക്കുക, 1 ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. അപ്പോൾ 1D ഉള്ളത് ഏതൊക്കെയാണ്? ആകപ്പാട് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ആയിരിക്കും ഉത്തരം. 2C ആണ്, 2C. 3A ആണ് അല്ലേ, ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ. 3A ആണ്. 4B ആണ്. യെസ്. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ A ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കണ്ണാറയാണ്. തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറയും. ഇനി കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ചോദിക്കുകയാണെങ്കിൽ അത് മയിലാടുംപാറയാണ് കേട്ടോ. കേന്ദ്രം മയിലാടുംപാറ, സംസ്ഥാനം ചോദിച്ചാൽ പാമ്പാടുംപാറ. ഇനി കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്നൊരു ചോദ്യം വന്നാൽ കുരുമുളക് പന്നിയൂരാണ് കേട്ടോ, പന്നിയൂർ. ഓക്കെ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂറാണ്. അടുത്തത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കാപ്പി ചുണ്ടയിൽ. കൈതച്ചക്ക വെള്ളാനിക്കര. ഓക്കെ, വെള്ളാനിക്കര. അപ്പോൾ കാപ്പി ചുണ്ടയിലും കൈതച്ചക്ക വെള്ളാനിക്കര, ഇഞ്ചി അമ്പലവയൽ, പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി, അതുപോലെ തന്നെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം. പഠിക്കണം. ഇനിയുമുണ്ട് ഒരു 4 കൂടി. നോക്കുക, കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല. നെല്ല് ഗവേഷണ കേന്ദ്രം വൈറ്റലിയുണ്ട്, മാങ്കൊമ്പുണ്ട്, കായംകുളമുണ്ട്, പട്ടാമ്പിയുണ്ട് കേട്ടോ. നെല്ല് ഗവേഷണ കേന്ദ്രം. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. കേന്ദ്ര കിഴങ്ങുകള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. നിർബന്ധമായിട്ടും പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേരുംപടി ചോദിക്കാൻ നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ലോകസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552 ആണ്. പാർലമെന്റിന്റെ അധോസഭയാണ് ലോകസഭ. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ലോകസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ലോകസഭ വിളിച്ചുകൂട്ടാനും നിർത്തിവെക്കാനും പിരിച്ചുവിടാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ട്. ഇവിടെ വളരെ ശ്രദ്ധയോടെ കൂടി നിങ്ങൾ നോക്കണം. ഇപ്പം നോക്കുക, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ലോകസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ, ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ശരിയായ പ്രസ്താവനയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ശരിയായ പ്രസ്താവനയാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശരിയായ പ്രസ്താവനകളെയാണ് നോക്കേണ്ടത്. ലോകസഭ വിളിച്ചു കൂട്ടാനും നിർത്തിവെക്കാനും പിരിച്ചുവിടാനും രാഷ്ട്രപതിക്ക് അധികാരമുണ്ടോ? ഉണ്ട്. ശരിയാണ്. അപ്പോൾ 4 വരുന്നത് കറക്റ്റാ. 4 എന്ന് പറയുന്നത് എല്ലാം കറക്റ്റ് ആയിരിക്കും. ഇനി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെയാണ് ലോക്സഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ശരിയല്ലേ? പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ ജനങ്ങൾ നേരിട്ടല്ലേ ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ശരിയാണ്. അപ്പോൾ മൂന്നാമത്തെ ഇതും ഓപ്ഷൻ ശരിയാണ്. അപ്പോൾ 4ഉം 3ഉം ഉള്ളത് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം വരും. അങ്ങനെ വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? എയും ബിയും മാത്രമാണ്. ഓക്കെ, 4ഉം 3ഉം ഉള്ളത് എയും ബിയും മാത്രമാണ്. അപ്പോൾ എ ആണോ ബി ആണോ ഓപ്ഷൻ എന്നുള്ളത് മാത്രമേ നമ്മുടെ കൺഫ്യൂഷനുള്ളൂ. എ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തേത് ഇവിടെ എ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ലോകസഭയുടെ പരമാവധി അംഗസംഖ്യ 552 ആണ്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കത് അതിലേക്ക് വരാം. അതിനു മുമ്പ് രണ്ടാമത്തെ ഇത് നോക്കിയ രണ്ടാമത്തെ പ്രസ്താവന പാർലമെന്റിന്റെ അധോസഭയാണ് ലോകസഭ. അത് ശരിയാ. അപ്പോൾ ഇത് ശരിയാണ്. പരമാവധി അംഗസംഖ്യ 552 ആയിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാ. ഇപ്പം അല്ല. അപ്പോൾ ഇവിടെ 4 ഓപ്ഷനും ശരിയാണ്. പക്ഷെ അങ്ങനെ 4 ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ആണ് എന്നാണ്. 552 ആയിരുന്നു എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. പക്ഷെ അവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എക്ക് പകരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം വരിക. 2, 3, 4 ശരിയാണ് കേട്ടോ. 2, 3, 4 എന്നിവ ശരി. 2, 3, 4 എന്നിവ ശരി. അപ്പോൾ അതിന് ചോദ്യം വരും, 552 അല്ലേ? അല്ല, ഭേദഗതി വന്നു. 2020 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പുതിയ ബാച്ച് ജനുവരി 22 ആരംഭിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണും. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ ഒരു പ്രൈവറ്റായിട്ട് സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അല്ലേ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രൊഫഷൻ ചെയ്യുന്നവർക്കൊക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. തിങ്കളാഴ്ച, അതായത് ജനുവരി 22 പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് 1999 രൂപയാണ്. ഓക്കെ, 1999 രൂപയ്ക്ക് പരീക്ഷ വരെയുള്ള ക്ലാസ്സാണ്. അതിൽ ഫുൾ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. സ്കൂൾ പാഠപുസ്തകം നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത തരത്തിലുള്ള അല്ലേ പ്രസ്താവന ചോദ്യങ്ങൾ നമ്മളുടെ മോഡൽ എക്സാമിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മോഡൽ എക്സാം നിർബന്ധമായും നമ്മൾ എഴുതിപ്പിക്കും. മോഡൽ എക്സാം എഴുതിയാലേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, കാരണം ഇപ്പോഴത്തെ പരീക്ഷയുടെ രീതി നല്ല വ്യത്യാസമുണ്ട്. എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അത് ഒരു ഉത്തരം അറിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു മാർക്ക് കിട്ടണമെങ്കിൽ ആ പറഞ്ഞ 4 പ്രസ്താവനകളും നമുക്ക് ധാരണയുണ്ടാവണം. അപ്പോൾ അത് ധാരണ കിട്ടാനും ആ പ്രസ്താവനകൾ വായിച്ച് അതിലുള്ള എന്താ പറയുക അപകടം തിരിച്ചറിയാനും നമുക്ക് ഒരു പരിശീലനം വേണം. അതിനുവേണ്ടി മോഡൽ എക്സാം തരുന്നുണ്ട്. കാരണം നമ്മുടെ പരീക്ഷ എഴുതുന്ന ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് സീരിയസ് ആയിട്ടൊരു പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരായിരിക്കും. PSC പരീക്ഷ. ബാക്കിയുള്ള പരീക്ഷകളൊക്കെ അവരെഴുതും. അവരൊക്കെ അതിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങി അല്ലെ BEd TTC ഒക്കെ കഴിഞ്ഞ് കേട്ടൊക്കെ നേടി ഇങ്ങനെ നിൽക്കുകയായിരിക്കും. പക്ഷേ PSCയുടെ ഒരു പരീക്ഷയെ ആദ്യമായിട്ടായിരിക്കും സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ആളുകൾക്ക്, അങ്ങനെയുള്ള ഒരാളുകൾക്ക്, പ്രത്യേകിച്ച് അവരുടെ സിറ്റുവേഷൻ, വീട്ടമ്മമാർ, ചെറിയ മക്കൾ അല്ലേ, അല്ലെങ്കിൽ പ്രായമായ അല്ലേ മാതാപിതാക്കളെ നോക്കുന്ന, അല്ലെങ്കിൽ ജോലി അല്ലേ, അങ്ങനെ എല്ലാം കൊണ്ടും പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പഠിക്കാൻ ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ അവരുടെ കംഫർട്ടബിൾ ടൈമിനനുസരിച്ച് ക്ലാസ് കാണാനും പഠിക്കാനും പറ്റുന്ന രീതിയിൽ ഒരു മെൻറ്റർ സപ്പോർട്ടോടു കൂടി ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ മോഡൽ എക്സാമുകളും സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ പാഠപുസ്തകത്തിലെ സയൻസ്, സോഷ്യൽ, മാത്സ് എന്നിവയുടെ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളും എല്ലാം അടങ്ങുന്ന രീതിയിലുള്ള ഒരു കോഴ്സാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ജനുവരി 22 പുതിയ ബാച്ച് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ വീട്ടമ്മയാണ്, ഇതുവരെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല, ഒരു ടെൻഷനും വേണ്ട, ധൈര്യമായിട്ട് നമ്മുടെ കൂടെ വന്നോളുക. നമുക്ക് എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, നിങ്ങൾ റെഡി ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം. റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് നിർത്തുകയാണ്. അതിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. 2, 3, 4
ഇത് വരില്ല, 552 അല്ല, 550 ഇപ്പോൾ. ഓക്കെ, 550 അതിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2020 104 ഭരണഘടനാ ഭേദഗതി പ്രകാരം ലോകസഭയിലെയും നിയമസഭയിലെയും ആംഗ്ലോ ഇന്ത്യൻ സംവരണം എന്ത് ചെയ്തിട്ടുണ്ട്? ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അതിനാൽ നിലവിൽ ഇന്ത്യൻ പ്രസിഡന്റിന് 2 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ ലോകസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ലോകസഭയുടെ അംഗസംഖ്യ 552 നിന്ന് 550 കുറഞ്ഞു. 550 കുറഞ്ഞു. അതായത് നമുക്ക് ലോകസഭയിലേക്ക് 2 ആളുകളെ നമ്മുടെ പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യാൻ പറ്റും. രാജ്യസഭയിലേക്ക് 12, ലോകസഭയിലേക്ക് 2. ഈ 2 ആളുകളെ ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല. അത് 2020 104 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് കേട്ടോ. അപ്പോൾ 552 എന്നുള്ളത് 50 അതാണ് ഇവിടുത്തെ മാറ്റം. നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും 2020 104 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട്. കിട്ടിയോ? അടുത്തത്, നിലവിൽ ആകെ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി 530 കവിയരുത്. എന്ത്? നമ്മുടെ ലോകസഭാ അംഗങ്ങൾ പരമാവധി 530, സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി 530. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നാണെങ്കിലോ പരമാവധി 20 കൂടരുത് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം നിലവിൽ എത്ര ലോക്സഭാ അംഗമുണ്ട് എന്ന് ചോദിച്ചാൽ 543 543. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. അടുത്ത കാര്യം, രാജ്യസഭയെ പോലെ ലോകസഭ എന്ന് പറയുന്നത് എന്തല്ല? സ്ഥിരം സഭയല്ല. ഇതിന് കാലാവധിയുണ്ട്. 5 വർഷമാണ്. 5 വർഷമാണ് ലോകസഭയുടെ കാലാവധി. ലോകസഭാ അംഗത്തിൻ്റെ കാലാവധി 5 വർഷമാണ്. രാജ്യസഭയുടെ കാലാവധി, രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല, രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത്. രാഷ്ട്രപതിക്ക് 5 വർഷക്കാലത്തേക്ക് അല്ലേ, രാഷ്ട്രപതിക്ക് 5 വർഷം ആകുന്നതിന് മുൻപ് ലോകസഭ പിരിച്ചുവിടാൻ കഴിയുമോ? തീർച്ചയായിട്ടും പിരിച്ചുവിടാം. പക്ഷെ രാജ്യസഭ കഴിയുമോ? രാജ്യസഭ കഴിയില്ല, കാരണം രാജ്യസഭ സ്ഥിരം സഭയാണ്. ഓക്കെ, ഇനി അടിയന്തരാവസ്ഥ കാലത്താണെങ്കിൽ ലോകസഭയുടെ കാലാവധി എന്താവുന്നതാണ്? കൂട്ടാം, 1 വർഷത്തേക്ക് കൂടി അഡീഷണൽ കൊടുക്കാം. ഇനി ലോകസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 18 വയസ്സ് പൂർത്തിയായ നിയമപരമായ ഭരണഘടനാ അയോഗ്യത കൽപ്പിക്കാത്ത എല്ലാ വോട്ടർമാർക്കും എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ഭരണഘടനയുടെ അയോഗ്യരാക്കാത്ത, അതായത് ഇപ്പോൾ ഇലക്ഷനിലൊരു ഫ്രോഡ് തരം കാണിച്ച് അല്ലെ ബാൻ കിട്ടിയ ആളുകൾക്കൊന്നും വോട്ട് ചെയ്യാൻ കഴിയില്ല. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയായ ഏതൊരാൾക്കും എന്ത് ചെയ്യാവുന്നതാണ്? ഇന്ത്യൻ ഭരണഘടന പ്രകാരം അവർക്ക് വോട്ടവകാശമുണ്ട്. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്. ഇനി ഇതിപ്പോൾ 18 വയസ്സാണ്, പക്ഷെ ഇതിനാദ്യം 21 വയസ്സായിരുന്നു വോട്ടവകാശം. ആ 21 വയസ്സ് എന്നുള്ളത് 1989 61ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 21 വയസ്സ് ആയിരുന്നു ആദ്യം. ഇപ്പം നിലവിൽ 18 ആണ്. ആദ്യം നമുക്ക് വോട്ടവകാശത്തിന് 21 വയസ്സ് പൂർത്തിയാവണമായിരുന്നു. പക്ഷെ ഇപ്പം എത്രയാണ്? 18 വയസ്സാണ്. ഇപ്പം 18 വയസ്സാണ്. ഓക്കെ, അപ്പോൾ ഈ 21 നിന്ന് 18 ഇത് കുറച്ചത് 61ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 61ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അത് ഏത് വർഷമാണ് ചോദിച്ചാൽ 1989. 1989 61ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 കുറച്ചത്. ആ കാര്യം ഓർത്തു വെക്കണം. ഇനി ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അഥവാ FPTP സിസ്റ്റമാണ് ലോകസഭയിൽ പിന്തുടരുന്നത്. അതായത് എതിർ സ്ഥാനാർത്ഥിയെക്കാളും ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ വിജയിച്ചു, 1 വോട്ട് മതി വിജയിക്കാൻ. അതാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം, FPTP സിസ്റ്റം. FPTP സിസ്റ്റമാണ്. ലോകസഭ അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 25 വയസ്സാണ് കേട്ടോ. രാജ്യസഭയാണെങ്കിൽ 30 വയസ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടിയോ? ഈ ഭാഗങ്ങളൊക്കെ കിട്ടിയല്ലോ? യെസ്. അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നീ മഹാനഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖലയാണ് സുവർണ ചതുഷ്കോണം. 2. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതി നിലവിൽ വന്നത് 2000 ഡിസംബർ 25-നാണ്.
3 ഭാരത്മാല പരിയോജന എന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതാണ്. 4 2023 ജൂൺ 2 300ഓളം പേരുടെ മരണത്തിന് കാരണമായ തീവണ്ടി അപകടം നടന്നത് ബാലസോർ ഒഡീഷയിലാണ്. ബാലസോറിലെ അപകടം ഒഡീഷയിലെയാണ്. ഇതിൽ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിങ്ങനെയുള്ള നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് ശൃംഖല സുവർണ ചതുഷ്കോണം വളരെ ശരിയായിട്ടുള്ള ഉത്തരവാണ്. പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന പദ്ധതി നിലവിൽ വന്നത് 2000 ഡിസംബർ 25 ഭാരത്മാല എന്ന് പറയുന്നത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ബാലസോർ അല്ലെ 2023 ജൂൺ 2 എന്ത് ട്രെയിൻ അപകടം നടന്നു, അത് ബാലസോർ, അതെവിടെയാണ്? ഒഡീഷയിലാണ്. അത് കറക്റ്റ് ആണ്. അപ്പം 4ഉം ശരിയാണ്. അപ്പോൾ ഇവിടെ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരവായിട്ട് വരിക. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ ഡി ഇവിടുത്തെ ശരി ഉത്തരവാണ്. കിട്ടിയില്ലേ? ഓപ്ഷൻ ഡി ശരി ഉത്തരം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം 1999 സുവർണ ചതുഷ്കോണം പദ്ധതി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രിയാണ് അടൽ ബിഹാരി വാജ്പേയി എന്നുള്ളത്. 99 വാജ്പേയി ആണ്. ഈ 99 ആസൂത്രണം ചെയ്യുകയും 2001 നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഇത് 2012 പൂർത്തിയായത്. എന്ത്? സുവർണ ചതുഷ്കോണം 2012 സുവർണ ചതുഷ്കോണം പൂർത്തിയായി. ഈ സുവർണ ചതുഷ്കോണം പദ്ധതിയുടെ നിർമ്മാണ ചുമതല നിർവഹിച്ചത് ആരെ ചോദിച്ചാൽ NHA ആണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഇനി സുവർണ ചതുഷ്കോണ പദ്ധതി ഡൽഹി ഉൾപ്പെടെ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് ചോദിച്ചാൽ ഡൽഹി ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക. അത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മുടെ പരീക്ഷയിൽ തീർച്ചയായിട്ടും ചോദിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ കൂടുതൽ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? അങ്ങനെ ഒരു ചോദ്യം വന്നാൽ അവിടെ നിന്ന് മാർക്ക് പോവാത്ത രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. റെഡി? താങ്ക് യു.